തൃക്കാക്കരയിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാൻ ഈ മുഖ്യമന്ത്രി നടത്തിയ പരിശ്രമം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എവിടെ വെച്ചാണ്? ആരുടെ സാന്നിധ്യത്തിലാണ് പ്രഖ്യാപിച്ചത്? ഒരു വൈദികൻ്റെ സാന്നിധ്യത്തിൽ കത്തോലിക്ക സഭയുടെ ആശുപത്രിയുടെ റിസപ്ഷൻ റൂമിൽ വെച്ച് ഒരു വൈദികൻ്റെ സാന്നിധ്യത്തിൽ വെച്ചല്ലേ പി രാജീവ് അടക്കമുള്ള CPM-ൻ്റെ നേതാക്കന്മാർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്? പച്ചയായ വർഗീയതയായിരുന്നില്ലേ ലക്ഷ്യം? ആ തൃക്കാക്കര തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ മുഴുവൻ പരിശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടല്ലേ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ജയിച്ചത്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതുപോലെ എന്തെല്ലാം തരത്തിലുള്ള പ്രതിലോമകരമായ പ്രചരണങ്ങൾ അവർ നടത്തി. നിങ്ങൾ ഓരോ ഉപതെരഞ്ഞെടുപ്പുകളും പരിശോധിച്ചാൽ നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയും. സകല സാമുദായിക ശക്തികളെയും വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ അധികാരത്തിലെത്തുക, തങ്ങളോടൊപ്പം എത്താത്ത സാമുദായിക പിൻബലമുള്ള കക്ഷികളെ മുഴുവൻ വർഗീയതയുടെ ചാപ്പ കുത്തുക, എന്നിട്ട് വർഗീയതയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രചണ്ഡമായ പ്രചരണം നടത്തുക എന്നുള്ളത് CPM പരമ്പരാഗതമായി സ്വീകരിച്ചു പോരുന്ന നയമാണ്, നിലപാടാണ്. ജമാഅത്തെ ഇസ്ലാമി ഞാൻ LDF-ലായിരുന്നപ്പോൾ LDF-ൻ്റെ പ്രതിനിധിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എന്നെ പിന്തുണച്ചിട്ടുണ്ടല്ലോ. ഞാൻ പങ്കെടുത്ത വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. എത്രയോ അനുഭവങ്ങൾ, എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ LDF-നോടൊപ്പം ചേർന്നാൽ അവരെല്ലാം വർഗീയ വിരുദ്ധം, UDF-നോടൊപ്പം വന്നു കഴിഞ്ഞാൽ അവരെല്ലാം വർഗീയത. PDP നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അവരോടൊപ്പം നിർത്തിക്കൊണ്ടാണെന്ന് പറയുന്നത്. ഇപ്പോൾ PDP ഓരോ കാലഘട്ടത്തിലും ഓരോ ന്യായീകരണവാദം കണ്ടെത്തും.